വയനാട് മാനന്തവാടിയിൽ കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം ഇന്നും ഫലം കണ്ടില്ല. ഇന്നത്തെ ദൗത്യം അല്പസമയത്തിനുള്ളിൽ അവസാനിക്കും. കോളനിക്ക് സമീപം ആനയെ മയക്കുവെടി വെക്കാനാവില്ലെന്ന് വനംവകുപ്പ് അറിയിച്ചു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഇന്നും ആനയെ മയക്കുവെടി വെക്കാൻ കഴിയാതിരുന്ന സാഹചര്യം എന്തൊക്കെയായിരുന്നു? ഇനിയിപ്പോൾ സാധ്യതയില്ലല്ലോ അല്ലേ? സൈഫുദ്ദീൻ, തീർച്ചയായുമില്ല. തുടർച്ചയായി രണ്ടാം ദിവസവും ദൗത്യം ഫലം കണ്ടിട്ടില്ല. ദൗത്യസംഘം അല്പസമയത്തിനുള്ളിൽ കാടിറങ്ങും. കാട്ടിൽ ഇരുൾ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി അവിടെ തുടരുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ദൗത്യസംഘത്തോട് തിരികെ മടങ്ങാൻ CCF അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ദൗത്യം നാളെയും തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ പ്രതികൂലമായ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. രാവിലെ വലിയ കനത്ത കോടമഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി മാത്രമാണ് കാടിലേക്ക് കയറാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞത്. 200-ലധികം വരുന്ന ദൗത്യസംഘമാണ് ആനയെ തിരഞ്ഞ് കാട്ടിലേക്ക് പോയത്. ഇടയ്ക്ക് ഒരു തവണ ആന ഇവരുടെ കൺമുന്നിൽപ്പെട്ടെങ്കിലും അതിനുശേഷം വീണ്ടും ഈ കുറ്റിക്കാട്ടിനുള്ളിലേക്ക് മറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയെ മയക്കുവെടി വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തവണ പോലും കിട്ടിയില്ല. ഏത് സമയത്ത് സാഹചര്യം അനുകൂലമായാലും മയക്കുവെടി വെക്കാനുള്ള നിർദ്ദേശം വെറ്റിനറി സർജന് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം അടങ്ങുന്ന 4-അംഗ സംഘവും ഈ ദൗത്യസംഘത്തിനൊപ്പം ചേർന്നിരുന്നെങ്കിലും ഒരു ഘട്ടത്തിലും ആനയെ വെടിവെക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഈ കോളനിക്ക് സമീപത്ത് ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെയായിട്ടാണ് ആന പൂർണ്ണ സമയവും തന്നെ നിലയുറപ്പിച്ചത്. പക്ഷേ അവിടെ വെച്ച് ആനയെ മയക്കുവെടി വെക്കുന്നത് അപകടമാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം അവിടെ വെച്ച് മയക്കുവെടി വെച്ചാൽ ഏതാണ്ട് 20-25 മിനിറ്റിന് ശേഷം മാത്രമാണ് ആന മയങ്ങുന്നത്. ആ സമയം ഇത്രയും സമയം ആന വലിയ അപകടകാരിയായി മാറാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, 25-ലധികം വീടുകൾ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന താമസക്കാർ, അവരെയൊക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കാട്ടിൽ ഇരുൾ വീണ് തുടങ്ങിയതിനാൽ ഇന്നിനി മയക്കുവെടി ഉണ്ടാകില്ല. ദൗത്യം നാളെയും തുടരും. സുനിൽ ഐസക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.